കേരളത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായ യുവതലമുറയെ കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ വിപത്താണ് ലഹരിമരുന്ന് ഉപയോഗം. വിദ്യാലയങ്ങൾ മുതൽ തൊഴിലിടങ്ങൾ വരെ ലഹരിയുടെ വേരുകൾ ആഴ്ന്നിറങ്ങുമ്പോൾ അതിനെ പിഴുതെറിയുവാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച അതിശക്തമായ കർമ്മ പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലഹരി മാഫിയകൾക്ക് നേരെ വീശിയടിച്ച ഒരു വലിയ ചുഴലിക്കാറ്റായി ഈ ഓപ്പറേഷൻ മാറിയിരിക്കുന്നു. ലഹരിക്കെതിരായ ഈ പോരാട്ടം വെറുമൊരു പോലീസ് നടപടി എന്നതിലുപരി സമൂഹത്തെ ആകെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു ജനകീയ മുന്നേറ്റമായി മാറുകയാണ്. വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു എന്തുകൊണ്ട് തൂഫാൻ. കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരളത്തിലെ ലഹരി ഉപയോഗത്തിന്റെ തോത് ഭയാനകമാം വിധം വർദ്ധിച്ചിട്ടുണ്ട്. MDMA പോലുള്ള മാരകമായ സിന്തറ്റിക് ലഹരി മരുന്നുകളുടെ കടന്നുകയറ്റം നമ്മുടെ യുവതലമുറയെ വലിയൊരു അപകടത്തിലേക്ക് തള്ളിവിട്ടു. മയക്കുമരുന്ന് മാഫിയകൾ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് വലവിരിക്കുന്നതും ആസൂത്രിതമായ രീതിയിൽ ലഹരി വിപണനം നടത്തുന്നതും വലിയ സാമൂഹിക പ്രശ്നമായി ഉയർന്നു വന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ലഹരി മാഫിയകളുടെ നടുവൊടിക്കുവാൻ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ എന്നത് വെറുമൊരു റെയ്ഡ് മാത്രമല്ല, മറിച്ച് മയക്കുമരുന്ന് വിതരണ ശൃംഖലയെ അടിമുടി തകർക്കുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സമഗ്രമായ നാർക്കോ ഹണ്ടാണ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒരേ സമയം റെയ്ഡുകൾ നടത്തിയും കുറ്റവാളികളെ പിടികൂടിയും നിയമത്തിന്റെ മുന്നിലെത്തിക്കുവാൻ ഈ ഓപ്പറേഷൻ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഈ ദൗത്യത്തിൽ പോലീസിനൊപ്പം മുൻനിര താരങ്ങളും സമൂഹവും ഒന്നടങ്കം അണിനിരന്നു എന്നത് അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. ഹലോ, ഞാൻ 2 വട്ടം നിങ്ങളോട് തിരശ്ശീലയിൽ പറഞ്ഞിട്ടുണ്ട്, നർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. ആദ്യം സാഗർ ഇലിയാസ് ജാക്കിയായി 20-ാം നൂറ്റാണ്ടിൽ, എന്താ കാര്യം, നർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. പിന്നീട് സ്റ്റീഫൻ നെടുമ്പള്ളിയായി ലൂസിഫറിൽ, നർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. എന്നാൽ ഇപ്പോൾ ഞാൻ മോഹൻലാൽ എന്ന വ്യക്തിയായി നിങ്ങളോട് നേരിട്ട് പറയുകയാണ്, നർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. ലഹരി ഉപയോഗിക്കുന്നവരോട് സ്നേഹപൂർവ്വം പറയുകയാണ്, പ്ലീസ് നിർത്തിക്കോളൂ. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി. ഈ വിഷം വിൽക്കാൻ കൂട്ടു നിൽക്കുന്നവരെ നിങ്ങളോടാണ്, ഡോണ്ട് ഡു ഇറ്റ്, ബെറ്റർ സ്റ്റോപ്പ് നൗ. കേരള പോലീസ് നിങ്ങളുടെ പിന്നാലെ ഉണ്ട്, നിങ്ങൾക്കിനി മാപ്പില്ല. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിൽ ഞാനും തൂഫാൻ വാര്യറാണ്. നമുക്കൊന്നിച്ച് ലഹരി മാഫിയകളുടെ വേരുകൾ അറക്കാം. നല്ലൊരു നാളേക്കായി കൈകോർക്കാം. ബി എ ഹീറോ, സേ നോട്ട് ടു ഡ്രഗ്സ്. ഈ ഓപ്പറേഷന്റെ പ്രധാന പ്രത്യേകത അതിന്റെ ആസൂത്രണമാണ്. സംസ്ഥാന പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഈ നടപടിയിൽ 100 കണക്കിന് കേസുകളാണ് ഇതിനോടകം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. പലയിടത്തു നിന്നും വൻതോതിൽ ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുവാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് കഴക്കൂട്ടം പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് കിലോ കണക്കിന് MDMA പിടിച്ചെടുത്ത സംഭവം ലഹരി മാഫിയകൾ എത്രത്തോളം ആഴത്തിൽ വേരുറപ്പിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. തൂഫാൻ എന്ന വാക്ക് പേർഷ്യൻ, ഹിന്ദി, ഉറുദു ഭാഷകളിൽ നിന്നാണ് വന്നത്. ഇതിന്റെ അർത്ഥം ചുഴലിക്കാറ്റ് എന്നാണ്. ആ പേര് അന്വർത്ഥമാക്കും വിധം തന്നെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരെ ഒരു കൊടുങ്കാറ്റായി തന്നെ പോലീസ് നിലയുറപ്പിക്കുന്നു. ഈ ഓപ്പറേഷൻ വെറുമൊരു പോലീസ് നടപടി മാത്രമായി ചുരുങ്ങുന്നില്ല, ഇത് കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള ജാഗ്രതയുടെ ഭാഗം കൂടിയാണ്. അത് ഈ രണ്ടും വളരെ നല്ല ചോദ്യങ്ങളാണ്. ഒന്ന്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ, ഏത് കാരവാനാണെങ്കിലും ഇതിന്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അവിടെ പോലീസ് പരിശോധിക്കും. ഏത് ബോട്ടിലാണെങ്കിലും ഇതുള്ളത് പരിശോധിക്കും. DJ പാർട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കും. 5 സ്റ്റാർ ഹോട്ടലുകൾ ഇത് സെല്ല് ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്തുകൊണ്ട് അവിടെ പരിശോധിക്കും. ഇതിന് ആ ഓപ്പറേഷൻ തുഫാൻ ഇതൊന്നും ഒരു ബാരിയേഴ്സ് അല്ല, അതെല്ലാം ചെയ്യും. അതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ ആവശ്യപ്പെട്ട് എല്ലാവരും ഇതിൽ നിന്ന് പിന്മാറണമെന്ന്. കാരണം നമ്മൾ കേരള പോലീസ്, കേരള ഗവൺമെൻറ് ഇത്രയും വലിയൊരു ദൗത്യം ആരംഭിച്ചപ്പോൾ അതിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പിന്നീട് ഈ രണ്ടാമത്തെ ചോദ്യം ഒരു പ്രധാനപ്പെട്ടതാണ്. അതിനാണ് ഇന്നത്തെ മീറ്റിംഗ്. അതാണ് ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ഗൗരവതരമായ ചർച്ച ഉണ്ടായത് ഇതിൻ്റെ സോഴ്സാണ്. ഇതെവിടെ നിന്ന് വരുന്നു, ആര് കൊണ്ടിരുന്നു, ഏതെല്ലാം രീതിയിലാണ് വരുന്നത്. ആകാശത്തൂടെയും കടലിലൂടെയും കരയിലൂടെയും ഇത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സോഴ്സുകളെ സംബന്ധിച്ച് ഉള്ള ചർച്ചകൾ, അത് ഞാൻ മുഴുവൻ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് അത്തരം കാര്യങ്ങൾ ഞാൻ വിശദമാക്കുന്നില്ല. പറയുന്നത് നമ്മുടെ ഈ ഓപ്പറേഷൻ ഗുണകരമല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ആ രണ്ടാമത്തെ ചോദ്യം ഒരു വളരെ പ്രധാനപ്പെട്ടതാണ്, സോഴ്സ് കണ്ടെത്തുക. ലഹരി മാഫിയയുടെ വേരറക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സോഴ്സിനെ കണ്ടെത്താനുള്ള ശ്രമമാണ്, ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ മീറ്റിംഗ്. ഇനി ഇത് 4 എയർപോർട്ടുകളിലും ഇത്തരം മീറ്റിംഗ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ പോർട്ടുകളിൽ, സീ പോർട്ടുകളിൽ ഈ മീറ്റിംഗ് ഉണ്ടാകും.
കാരണം താഴോട്ടുകൂടെ പോകണം, താഴോട്ടുകൂടെ ചെന്ന് യഥാർത്ഥത്തിൽ ആ പോർട്ടുകളിലും എയർപോർട്ടുകളിലും ഒക്കെ സംയുക്തമായ ഒരു ഓപ്പറേഷൻ അവർ എല്ലാ ഏജൻസികളിലും കൂടി നടത്തിയാൽ മാത്രമേ ഇതിനെ നമുക്ക് തടയാൻ കഴിയൂ. ഇത് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ എന്നോട് നിങ്ങൾ നിർബന്ധിക്കരുത്, അത് ശരിയല്ല എന്നുള്ളത്. വിവിധ ഏജൻസികളുടെ ഒരു മീറ്റിംഗാണ് ഇന്ന് കൂടിയത്. അപ്പോൾ കഴിഞ്ഞ 15 ദിവസമായി കേരളത്തിൽ കേരള പോലീസ്, എക്സൈസ്, ആരോഗ്യ, വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹകരണത്തോടെ വളരെ വിജയകരമായ തോതിൽ ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 10 കോടിയിലധികം വരുന്ന നിരോധിത ഡ്രഗ്സ്, 10 കോടി വിലപിടിക്കുന്ന അല്ലെങ്കിൽ വിലപിടിപ്പുള്ള മയക്കുമരുന്ന്, നിരോധിത പുകയില ഉൽപ്പന്നങ്ങളെല്ലാമാണ് പിടിച്ചിട്ടുള്ളത്. എൻ്റെ ഒരു കണക്ക് ഞാൻ പറയാം. 2575 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അത് 2778 പേരെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ 1.589 kg ഓഫ് MDMA, 146.459 കഞ്ചാവ്, 464.045 gram of hashish oil, 350.439 grams of brown sugar, 11 LSD stamps and 141 cannabis plants. ഇതിനെല്ലാം ഇന്റർനാഷണൽ മാർക്കറ്റിൽ വലിയ തോതിലുള്ള വിലയുള്ള നിരോധിത മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളാണ് പോലീസ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഇതിൽ തന്നെ 2575 കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ 838 കേസുകൾ സ്മോൾ ക്വാണ്ടിറ്റിയാണ്, 78 കേസുകൾ മീഡിയം ക്വാണ്ടിറ്റിയാണ്, 24 കേസുകൾ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയാണ്. അതോടൊപ്പം തന്നെ NDPS ആക്ടിൻ്റെ കീഴിലുള്ള വിവിധ പ്രൊവിഷൻസ് അനുസരിച്ച് 1204 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കോപ്റ്റ ആക്ട് അനുസരിച്ച്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ യോഗം എന്ന് പറഞ്ഞത് വിവിധ കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടു കൂടി ഈ ഓപ്പറേഷൻ തുഫാന്റെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. അതിൽ IB ഉണ്ടായിരുന്നു, RPF ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ കേന്ദ്ര സെൻട്രൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, NDRA ഉണ്ടായിരുന്നു, DRI ഉണ്ടായിരുന്നു, കസ്റ്റംസ് ഉണ്ടായിരുന്നു, കോസ്റ്റ് ഗാർഡിന്റെ ഉണ്ടായിരുന്നു, മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കേന്ദ്ര ഏജൻസികളുടെ IB ഉണ്ടായിരുന്നു. എല്ലാ കേന്ദ്ര ഏജൻസികളുടെയും പ്രതിനിധികളായിരുന്നു. കേരളത്തിൽ പ്രവർത്തിക്കുന്ന സൗത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗമായിരുന്നു. കാരണം ഇത് ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണെങ്കിലും ഡ്രഗ്സ് ആണെങ്കിലും ഇതെല്ലാം വരുന്നത് കേരളത്തിൻ്റെ അതിർത്തി വിട്ടാണ്. അപ്പോൾ അവയെ നമ്മളെങ്ങനെ ചെക്ക് ചെയ്യാം, ഇതിൻ്റെ സോഴ്സുകളെ എങ്ങനെ കണ്ടെത്താം, അതിനെന്തെല്ലാം മെത്തഡോളജി സ്വീകരിക്കണം, ഈ കാര്യങ്ങളെ പറ്റിയാണ് വളരെ വിശദമായി ചർച്ച ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്നുള്ള ഏകദേശ രൂപം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ സോഴ്സുകളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ വഴികൾ കണ്ടെത്തി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ഒരു കോർഡിനേഷൻ, കാരണം ഇതെല്ലാം ഈ നർക്കോട്ടിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന ഏജൻസികളാണ് വന്നതെല്ലാം. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കേന്ദ്ര ഏജൻസികൾക്ക് എങ്ങനെ കേരള പോലീസിനെ സഹായിക്കാമെന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായി ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങൾ. അവരെല്ലാം ഓപ്പറേഷൻ തുഫാന് വൻ പിന്തുണ നൽകി കഴിഞ്ഞിരിക്കുന്നു.
ഓപ്പറേഷൻ തുഫാൻ ഒരു വൻ വിജയമാണെന്ന് ഈ ഏജൻസികളൊക്കെ സമ്മതിച്ചു. അവർ കേരള പോലീസിനെ അഭിനന്ദിച്ചു. അവരുടെ സമ്പൂർണ്ണമായ സഹകരണം ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകും എന്നവർ പ്രത്യേകം സൂചിപ്പിക്കുകയുണ്ടായി. ഇറ്റ്സ് ഒരു മൾട്ടി ഡിജിറ്റൽ ഇൻ്റഗ്രേറ്റഡ് പ്രോജക്റ്റ് ഇതിനു വേണ്ടി തയ്യാറാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചുമതലയുള്ള പുട്ട വിമലാദിത്യെ അതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് കേരളത്തിൽ ഏറ്റവും ആധുനികമായ ശാസ്ത്രീയമായ നിലയിൽ ഈ നർക്കോട്ടിക്കിനെയും ഈ ഡ്രഗ്സിനെയും പൂർണ്ണമായി ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായിരിക്കും രൂപം നൽകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ യോഗത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ തന്നെ മാറ്റം വരുത്തും. അതിൻ്റെ രൂപങ്ങൾ, അതിൻ്റെ രീതി മാറ്റും. കൂടുതൽ ശാസ്ത്രീയമായ നിലയിൽ ഇത് കണ്ടെത്താനുള്ള ശ്രമം ഉണ്ടാവും. അതുപോലെ പോലീസ് ഡോഗ്സ് സാധാരണഗതിയിൽ ടെററിസത്തെ കൗണ്ടർ ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അവർക്ക് ഈ നർക്കോട്ടിക് കണ്ടെത്താനുള്ള പരിശീലനം കൊടുക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ അങ്ങനെ എല്ലാ തലങ്ങളിലും സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ വളരെ വിജിലൻ്റ് ആയിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് 3 ഘട്ടമാണ്. ഒന്ന്, ഡയറക്റ്റായിട്ട് ഇത് പിടിക്കുക എന്നുള്ളത്, ക്രൈമായി കണ്ടുകൊണ്ട് കേരള പോലീസ് തന്നെ മുൻകൈ എടുത്ത് തുഫാൻ സ്ട്രൈക്സ് നടത്തിക്കൊണ്ടിരിക്കും. എല്ലായിടത്തും തുഫാൻ സ്ട്രൈക്സ് നടക്കുന്നു. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ തുഫാൻ വാരിയേഴ്സ്. ഇന്നലെ പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീ മോഹൻലാൽ തൂഫാൻ വാരിയറായി ഇന്നലെ ചേർന്നിട്ടുണ്ട്. തൊടുപുഴയിൽ വെച്ച് ഇന്നലെ അദ്ദേഹം തൂഫാൻ വാരിയറായി ചേർന്നിട്ടുണ്ട്. തൂഫാൻ വാരിയറിൽ ഒരാളായി അദ്ദേഹം ചേർന്നിട്ടുണ്ട്. അദ്ദേഹം കുറേ കാലമായി ഈ ഡ്രഗ്സിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ നടത്തുന്നുണ്ട് എന്നോട് വിശ്വശാന്തി എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും പേര് ചേർത്ത വിശ്വശാന്തി എന്ന ഒരു പ്രോജക്റ്റ് 3 വർഷമായി അദ്ദേഹം നടത്തുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം ഞങ്ങളുടെ ഈ പ്രോജക്റ്റുമായി പരിപൂർണമായും സഹായിക്കാമെന്ന് ഇന്നലെ സമ്മതിച്ചിട്ടുണ്ട്. ഇന്നലെ ഞാനും കോർഡിനേറ്റർ ശ്രീ വിമല ആദിത്യയും അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹത്തിന് അതിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കും. അതുപോലെ ധാരാളം സിനിമാ നടന്മാരും അതോടൊപ്പം തന്നെ പ്രഗത്ഭരായ വ്യക്തികളും ഒക്കെ തൂഫാൻ വാരിയേഴ്സായി ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്കും തൂഫാൻ വാരിയേഴ്സായിട്ട് ചേരാവുന്നതാണ്. ഞാൻ നിങ്ങളെയും അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വളരെ തൂഫാൻ കെയർ അടുത്തത് 3 സ്റ്റേജാണ്. തൂഫാൻ സ്ട്രൈക്ക്, തൂഫാൻ വാരിയേഴ്സ് ആൻഡ് തൂഫാൻ കെയർ. തൂഫാൻ കെയർ എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ച് പലതരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ നേരിടുന്നവർ, അഡിക്റ്റായി മാറിയവർ, വിഡ്രോവൽ സിംഡ്രം ഉള്ളവർ, ഇവരെയൊക്കെ ട്രീറ്റ് ചെയ്യാനും റീഹാബിലിറ്റേറ്റ് ചെയ്യാനുമുള്ള സ്കീം. അങ്ങനെ 3 തരത്തിലാണ് ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് വിജയകരമായ നിലയിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലും ഉണ്ടാകും. ഇപ്പോഴ് നമ്മൾ ശക്തമായ ഒരു പ്രവർത്തനം നടത്തുന്നത് കൊണ്ട് ഈ മരണത്തിൻ്റെ വ്യാപാരികൾ ഇപ്പോൾ കേരളത്തിൽ ഇതിൻ്റെ സെല്ലിംഗ് അല്പം കുറച്ചിട്ടുണ്ട്. കേരള പോലീസ് വിഡ്രോ ചെയ്യുമ്പോൾ കൂടുതൽ സെല്ല് ചെയ്യാന്നുള്ള ധാരണയിലാണ്. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ്. We are not going to stop this operation. We will continue with this operation so that the Kerala will be free from narcotic drugs and അതുമായി ബന്ധപ്പെട്ട എല്ലാത്തിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കുക എന്നുള്ള ദൗത്യവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതൊരു വലിയ സാമൂഹിക മാറ്റത്തിനും തുടക്കമിടുമ്പോൾ ചെറിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഓപ്പറേഷൻ തൂഫാൻ സമയത്ത് നടന്ന ചില റെയ്ഡുകളുമായി ബന്ധപ്പെട്ട സ്വകാര്യ വ്യക്തികളുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്ന ആരോപണങ്ങൾ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് സംസാരിക്കവേ ഓപ്പറേഷൻ തൂഫാന് ഗുണ്ടകളുടെ സഹായം ആവശ്യമില്ലെന്നും നടന്നത് സ്വകാര്യമായ കാര്യങ്ങളാണെന്നും പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു. ഇത് പോലീസിന്റെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു. നിയമം നടപ്പിലാക്കുന്നവർ ഒട്ടും മടിയില്ലാതെ ഇത്തരം പ്രതിസന്ധികളെ നേരിടുന്നു എന്നതും ജനങ്ങളിൽ വലിയ ആത്മവിശ്വാസം ഉളവാക്കുന്നതാണ്. കൊച്ചിയിലെ കുറെ ഗുണ്ടകളുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ടൊരു യോഗം ചേർന്നു. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട്? അല്ല, അത് നമുക്ക് അഫീഷ്യലായിട്ട് നമുക്ക് ചെയ്ത ഫങ്ഷനുകൾ ഒരുപാടുണ്ട്. നമ്മളുടെ സ്റ്റേറ്റ് ലെവൽ ഉദ്ഘാടനം നമുക്ക് ഇവിടെ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അത് പോലീസ് നേതൃത്വത്തിൽ നടക്കக்கூடிய പരിപാടികളാണ്. അതിലെല്ലാവരും നമുക്ക്
ഒരു വാളണ്ടിയേഴ്സായിട്ടും അവർക്കൊരു ഉള്ള കുട്ടികൾ അവർക്കൊരു ഗൈഡൻസ് ചെയ്യാൻ വേണ്ടിയും അതിന് ലഹരിക്കെതിരായിട്ടുള്ള ഒരു ശക്തമായിട്ട് നടപടിക്കാണ് നമുക്ക് മുൻകൂട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കേന്ദ്രീകരിച്ച് പോലീസ് എല്ലാ നിയോജകമണ്ഡല രീതിയിലും അവിടെ ഉള്ള MLA-മാരുടെ നേതൃത്വത്തിൽ ഉള്ള പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അഫീഷ്യൽ അല്ലാതുള്ള കാര്യങ്ങളെ പറ്റി ഞാൻ ഒന്നും പറയാറുണ്ട്. അന്വേഷണം ഉണ്ടോ സാർ? അത് അല്ല, പ്രൈവേറ്റ് ഫങ്ഷൻസ് അത് പറ്റി നമുക്ക് നല്ലോണം കമൻറ്റ് ചെയ്യും. ഓക്കെ, സോ പ്രൈവേറ്റ് ഫങ്ഷൻസ് വേറെ എന്തെങ്കിലും ഉണ്ടായിക്കാണ്, അത് പറ്റി ഐ ഡോണ്ട് ഹാവ് എനി കമൻറ്റ്. അല്ല, തുഫാൻ ഉള്ളത് നമുക്കൊരു ലഹരിക്കെതിരായിട്ട് പബ്ലിക്കും പ്രൈവേറ്റും അധ്യാപകർ സ്റ്റുഡൻസ് എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് അതൊക്കെ എതിരായിട്ട് നടக்கூடிய ഒരു ഗവൺമെൻറ്റുடைய പ്രോഗ്രാമാണ്. അതിനുடைய ഫങ്ഷൻസ് പോലീസ് ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുണ്ട്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സൈസ് നടത്തിയിട്ടുണ്ടായിരുന്നു. മറ്റേ ഭാരത് മാതാ കോളേജിലൊക്കെ മിനിസ്റ്ററൊക്കെ വെച്ച് യോഗം നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പരിപാടികൾ നമുക്ക് സ്റ്റുഡൻസും പിന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ പിന്നെ ഒരുപാട് വാളണ്ടിയർ ഓർഗനൈസേഷൻ ഈവൻ നമുക്ക് നടന്നിട്ടുള്ള ടൂറിസ്റ്റ് ഗൈഡ്സ് റെസിഡൻസ് അസോസിയേഷൻ ഇവരൊക്കെ വിളിച്ചിട്ട് അവർ ഒരു തുഫാൻ വാരിയറായിട്ട് ഉള്ള വാളണ്ടിയറായിട്ട് നമുക്ക് ഒരുപാട് ആൾക്കാർ യോഗം ചെയ്തിട്ടുണ്ട്. അതിനോട് ഭാഗമായിട്ട് മുൻകൂട്ടി പോരുന്നതാണ്. സോ അങ്ങനെയുള്ള ഫംഗ്ഷനുകളിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ എൻ്റെ നേതൃത്വത്തിൽ വന്നിട്ടില്ല. മറ്റേ വി ആർ നോട്ട് നോട്ടീസ്ഡ് എനിത്തിങ് ഓഫ് ദാറ്റ്. ഗുണ്ടകൾ സഹായിക്കാമെന്നൊക്കെയാണ് അവരുടെ ക്യാമ്പയിൻ്റെ ഭാഗം തന്നെ. ചിലയിടങ്ങളിൽ പോലീസിന് ഒന്നും നടക്കില്ല അങ്ങനെയാണ്. അല്ല, അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അപ്പം ഗുണ്ടകളൊക്കെ അങ്ങനെ പറഞ്ഞെങ്കിൽ അവർക്ക് അറിയും അവരെന്താ പറയുന്നുണ്ടല്ലോ, എന്ത് സഹായം വേണമെന്ന്. അല്ല അല്ല, ഗവൺമെൻറ്റുടെ ലഹരി എന്ന് പറയുന്നത് വളരെ വിട്ടുള്ള കാര്യമാണ്. അതിൽ പോലീസും ഉദ്യോഗസ്ഥർ മാത്രം അതിനുடைய സപ്ലൈ ചെയിൻ നമുക്ക് കട്ടയിൽ ചെയ്യാൻ പറ്റും. അതിൽ പെടக்கூடிய ആൾക്കാർ നമുക്ക് നേതൃത്വം അനുസരിച്ച് മറ്റേ NDPS ആക്ട് ഉണ്ട്, പിന്നെ PITS NDPS ആക്ട് ഉണ്ട്. ഇതിനനുസരിച്ച് നമുക്ക് അവർക്ക് ഡീറ്റെയിലൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാവരുടെയും സ്റ്റുഡൻസും ഉപയോഗിക്കാറുള്ള ആൾക്കാരുടെ ഒരു മാറ്റം വന്നാലേ അത് കട്ടൽ ചെയ്യാൻ പറ്റും. അതാണ് തുഫാനുடைய ബേസിക് ആയിട്ടുള്ള മെസ്സേജ്. ഇപ്പം സ്കൂൾ സ്റ്റുഡൻസും ഇല്ല കോളേജ് സ്റ്റുഡൻസ് ഇല്ല പൊതുവായിട്ടുള്ള എല്ലാ ആൾക്കാരും റെസിഡൻസ് അസോസിയേഷൻ ഇവരൊക്കെ ഒറ്റക്കെട്ടായി നിന്നാലും നമുക്കതിനായിട്ട് ഒരു ഫൈറ്റ് ചെയ്യാൻ പറ്റും. അതിനുடைய ഭാഗമായിട്ട് വേറെ ആരെയും പറഞ്ഞെങ്കിൽ ഗുണ്ടാക്കൾ ലഹരിയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എതിരായിട്ട് ശക്തമായിട്ട് നടപടി ഉണ്ടാകും. അതിൽ യാതൊരു കുഴപ്പമില്ല. അല്ല, പോലീസ് അല്ല സൊസൈറ്റിയിൽ നിന്ന് വരக்கூடிய ആൾക്കാരാണ് പോലീസുകാർ. ഓക്കെ, അവർക്ക് നമുക്ക് ഒരു ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഒരു ഡിസിപ്ലിനറി ഫോഴ്സുടെ ഭാഗമായിട്ട് നിർത്തിയിട്ടുണ്ട്. അവിടെ ആരെയും അവരുടെ ഡിസിപ്ലിനറി ഭാഗമായിട്ട് മാറിയുള്ള ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടാകും. അത് ഒരു ഇല്ലീഗലായിട്ട് കാര്യം ഉണ്ടെങ്കിൽ ഇല്ലീഗൽ ആക്ഷൻ ചെയ്തതിന് അതിന് എതിരായിട്ട് ശക്തമായിട്ട് നടപടി ഉണ്ടാകും. ഈവൻ ക്രിമിനൽ കേസ് തന്നെ നമുക്ക് നടപടി എടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടെ കൂടെ ആൾക്കാർ റെഗുലറായിട്ട് ചെയ്യുന്നതുണ്ട്. അത് എൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥിരം ചെയ്യக்கூடிയതാണ്. അല്ലാതെ നിങ്ങൾ മീഡിയയിലെയും ഒന്ന് കവറായിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് എന്താ സംഭവിച്ചിട്ട് നമുക്ക് അന്വേഷണം നടത്തുന്നുണ്ട്. അത് ആക്ച്വലി ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടിയ ഒരു പ്രതിയാണ്. മറ്റേ സ്കിൻ ക്ലിനിക് ബന്ധമായിട്ട് നടന്നത് വരുൺ നമ്പ്യാരെന്ന് പറഞ്ഞിട്ട് ഒരു അദ്ദേഹം അവിടെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടിയ പിന്നെ അദ്ദേഹം കുറേ ഡോക്യുമെൻറ്റും മറ്റു കാര്യങ്ങളും എടുക്കാൻ പുറത്ത് പോയിട്ട് വന്നേ ഉള്ളത്. ആൻറ്റിസിപ്പേറ്ററി കിട്ടിയ ഒരു പ്രതിയാണ്. അല്ല, അവർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി കുറേ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. അവർ പോലീസ് കസ്റ്റഡിയിൽ അവർ കുറേ ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ അതാണിപ്പം അന്വേഷണം മനസ്സിലായത്. ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ വേണ്ടി ഒരു ACP അത് അന്വേഷണം. ഇല്ല, അത് നോക്കാം. അതായത് കേസും കൗണ്ടർ കേസുമുള്ള കാര്യമാണ്. ഒരു ഒറ്റ കേസ് ഒറ്റ ആളുടെ പോയിന്റ് മാത്രം നോക്കിയിട്ട് ചെയ്യാൻ പറ്റില്ല. അത് ആ കേസെന്ന് പറയരുത്. ഫസ്റ്റ് ആദ്യമായിട്ട് സർജറി ചെയ്തതിലൊന്ന് തെറ്റായിട്ടുണ്ടെന്ന് ഒരു പരാതി ഉണ്ടായിരുന്നു. പിന്നെ കൗണ്ടറായിട്ട് അവർ എക്സ്ട്രാക്ഷൻ ചെയ്യാനുള്ള ഒരു പരാതിയുണ്ട്. രണ്ട് സൈഡും കേസ് എടുത്തിട്ടുണ്ട്, അന്വേഷണം നടത്തിയിട്ടുണ്ട്. അന്വേഷണത്തിൽ തെളിവുകൾ വരുന്നതനുസരിച്ച് നമുക്ക് മുൻകൂട്ടി പോകും. ഇല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾ പറയக்கூடிய കാര്യമേ ഉണ്ട്. സെറ്റിൽമെൻറ്റുകളിൽ ഇതേ കേസും കൗണ്ടർ കേസും ഉള്ളത് അവർ തമ്മിൽ
നമുക്ക് ഫ്രണ്ടിൽ കാണக்கூடிയതല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. സോ 2 കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2 സൈഡും കേസ് എടുത്തിട്ടുണ്ട്. റൈറ്റ്, ആ കേസ് നമുക്ക് തെളിവിനനുസരിച്ച് മുൻകൂട്ടി പോകാൻ പറ്റും. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ രാഷ്ട്രീയ കക്ഷികൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ലഹരി മാഫിയക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ ലഹരിക്കെതിരായ ഈ പോരാട്ടത്തെ പിന്തുണയ്ക്കുന്ന രീതിയിൽ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത്തരം പോരാട്ടങ്ങളിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഇത്തരം ഐക്യം അത്യാവശ്യമാണ്. അതുപോലെ അമിത്ഷായെ പോലുള്ള ദേശീയ നേതാക്കളുടെ ശ്രദ്ധയും ഇത്തരം ലഹരിവിരുദ്ധ പോരാട്ടങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് എന്നത് ഈ വിഷയത്തിന്റെ ഗൗരവം ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാകുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്നു. കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ അതിർത്തി കടന്നുള്ള മയക്കുമരുന്ന് കടത്തിനെ ഫലപ്രദമായി തടയുവാൻ സാധിക്കുകയുള്ളൂ. ഓപ്പറേഷൻ തൂഫാൻ ഒരു തുടക്കം മാത്രമാണ്. ലഹരി മാഫിയകളെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നത് ഒറ്റ ദിവസം കൊണ്ട് സാധ്യമായ കാര്യമല്ല. എന്നാൽ പോലീസും എക്സൈസും മറ്റ് ഏജൻസികളും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ മയക്കുമരുന്ന് കടത്തുകാർക്ക് നൽകുന്ന മുന്നറിയിപ്പ് ചെറുതല്ല. ലഹരിവിരുദ്ധ പോരാട്ടത്തെ വിജയിപ്പിക്കുവാൻ വെറും പോലീസ് നടപടികൾ മാത്രം പോരാ, മറ്റു ചില കാര്യങ്ങൾ കൂടി അത്യാവശ്യമാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് ബോധവൽക്കരണം. യുവതലമുറയും രക്ഷിതാക്കളെയും ലഹരിയുടെ ഭവിഷ്യത്തുകളെക്കുറിച്ച് ബോധവാന്മാരാക്കണം. അതോടൊപ്പം ലഹരിക്ക് അടിമപ്പെട്ടവരെ ചികിത്സയ്ക്കായി മാറ്റുകയും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ സഹായിക്കുകയും ചെയ്യണം. ഇതിനെല്ലാം വൻ ജനകീയ പങ്കാളിത്തവും അത്യാവശ്യമാണ്. മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് അറിവ് ലഭിച്ചാൽ ഉടൻ അധികൃതരെ അറിയിക്കുവാൻ ഓരോ പൗരനും തയ്യാറാകണം. ഓപ്പറേഷൻ തൂഫാൻ എന്നത് കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടി നടത്തുന്ന ഒരു യുദ്ധമാണ്. ലഹരി മാഫിയകൾക്കെതിരെ പോലീസ് നടത്തുന്ന ഈ കർശനമായ നടപടികൾ തീർച്ചയായും അഭിനന്ദനാർഹമാണ്. ഈ പോരാട്ടത്തിൽ പോലീസിനും സർക്കാരിനും ഒപ്പം നിന്ന് നമ്മുടെ നാടിനെ ലഹരി വിമുക്തമാക്കുവാൻ ഓരോ പൗരനും പ്രതിജ്ഞാബദ്ധരാണ്. ലഹരിയില്ലാത്ത സുരക്ഷിതമായ ഒരു നാളെ കെട്ടിപ്പടുക്കുവാൻ ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നും ആവശ്യമാണ്. ഓരോ മയക്കുമരുന്ന് പാക്കറ്റ് പിടിച്ചെടുക്കുമ്പോഴും അതൊരു ജീവനെ തന്നെയാണ് മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നത് എന്ന ചിന്തയാണ് ഈ ഓപ്പറേഷന്റെ അടിസ്ഥാനം. ഈ പോരാട്ടം വിജയിക്കേണ്ടത് ഓരോ മലയാളിയുടെയും ആവശ്യമാണ്. ലഹരിയുടെ ഇരുൾ മൂടിയ ലോകത്ത് നിന്ന് നമ്മുടെ യുവതലമുറയെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് ഒറ്റക്കെട്ടായി നിലകൊള്ളാം.